ബിരിയാണിയിലെ കണ്ണൂർ ബിരിയാണി എന്ന് കേൾക്കുമ്പോഴാണല്ലേ നമുക്ക് വായിൽ വെള്ളം വരുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു ബിരിയാണി കഥ പറയാം. ഞാൻ ശരിക്കും കണ്ണൂർക്കാരിയൊന്നുമല്ല കേട്ടോ, ഞാൻ തൃശ്ശൂർക്കാരിയാണ്. പിന്നെ ഇവിടെ ഗൾഫിൽ വന്നതിന് ശേഷമാണ് ഓരോരോ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പരിചയപ്പെട്ട് കുറേ ഫ്രണ്ട്സൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളൊന്നും കഴിച്ചിരുന്ന ബിരിയാണിയേ അല്ല എന്ന് മനസ്സിലാവുന്നത് കേട്ടോ. കാരണം ഞങ്ങൾ നാട്ടിലൊക്കെ തൃശ്ശൂരൊക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ്മതി റൈസിലെ നല്ല നീളമുള്ള അതാണ് യൂസ് ചെയ്തിട്ട് ബിരിയാണിയൊക്കെ കൂടുതൽ ഉണ്ടാക്കുക കേട്ടോ. ഈ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ കൈമ റൈസ്, ജീരകശാല ഇതൊന്നും അത്രയ്ക്ക് പോപ്പുലർ ഒന്നും നമ്മുടെ നാട്ടിലായിരുന്നില്ല കേട്ടോ. ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നീളനരി അതങ്ങനെ ഒരു സിസ്റ്റമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഇപ്പോഴും ആ പണ്ടത്തെ സിസ്റ്റത്തിൽ ബസ്മതി റൈസ് തന്നെ മാത്രം യൂസ് ചെയ്തുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ. പക്ഷേ ഈ ചെറിയ അരി കൊണ്ട് വെക്കുന്ന ബിരിയാണിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് അത് വെക്കുന്നവർക്കറിയാം അല്ലേ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് പോയി വാച്ച് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.